എൻസിപിയെയും ശരത് പവാറിനെയും വിട്ട് അനന്തരവൻ അജിത് പവാർ പാർട്ടി വിട്ടു പോയപ്പോഴേ പലരും മനസ്സിൽ കുറിച്ചതാണ് എട്ടിന്റെ പണി പുറകെയുണ്ടെന്ന്. അതെ, അതുതന്നെ സംഭവിച്ചു. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻസിപിക്ക് വൻ തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുകയാണ്. അജിത് പക്ഷത്തെ 4 പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടിരിക്കുകയാണിപ്പോൾ. മഹാരാഷ്ട്രയിലെ പിംപ്രി ചിഞ്ച്വാദിൽ നിന്നുള്ള നേതാക്കളാണ് രാജിവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അജിത് വിഭാഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പല പ്രമുഖരും എൻസിപി വിടുന്നുണ്ട്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടി വിജയിച്ചത്. അതേസമയം രാജിവെച്ച 4 പേരും ശരത് പവാറിന്റെ എൻസിപി വിഭാഗത്തിൽ ചേരുമെന്നാണ് അഭ്യൂഹങ്ങൾ. എൻസിപിയുടെ പിംപ്രി ചിഞ്ച്വാദ് അധ്യക്ഷനായ അജിത് ഗൗഹാനെയാണ് പാർട്ടി വിട്ടവരിൽ പ്രമുഖൻ. അജിത് പവാറിനാണിവർ രാജി സമർപ്പിച്ചത്. പിംപ്രി ചിഞ്ച്വാദ് വിദ്യാർത്ഥി വിംഗ് അധ്യക്ഷൻ യാഷ് സാനെ, മുൻ കോർപ്പറേറ്റർമാരായ രാഹുൽ ഭോസലെ, പങ്കജ് ഭലേക്കർ എന്നിവരാണ് പാർട്ടി വിട്ട മറ്റുള്ളവർ. നേരത്തെ തന്നെ അജിത് പവാർ ക്യാമ്പിലെ നിരവധി നേതാക്കൾക്ക് ശരത് പവാർ പക്ഷത്തേക്ക് പോകാനിരിക്കുകയാണെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് 4 പേർ രാജിവെച്ചിരിക്കുന്നതും. തിരഞ്ഞെടുപ്പ് ഫലത്തോടെ യഥാർത്ഥ എൻസിപി ആരാണെന്ന സംശയത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. തന്റെ പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിച്ചവരെ തിരിച്ചെടുക്കില്ലെന്ന് ശരത് പവാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. എൻസിപിയിൽ പിളർപ്പുണ്ടാക്കുകയും പിന്നീട് ശരത് പവാറിനെതിരെ അടക്കം മോശമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തവരെ ലക്ഷ്യമിട്ടാണ് പവാർ പരാമർശം നടത്തിയതെന്നാണ് സൂചന. അജിത് പവാർ എൻസിപി എംഎൽഎമാർ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായി ആദ്യമേ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ശരത് പവാർ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷവുമായി അജിത് പക്ഷത്തെ 5 എംഎൽഎമാർ ബന്ധപ്പെട്ടിരുന്നു. എൻസിപി ശരത് പവാർ പക്ഷം സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീലുമായി എംഎൽഎമാർ കൂടിക്കാഴ്ച നടത്തിയതായി ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വർഷകാല നിയമസഭാ സമ്മേളനത്തിനിടെയാണ് പുതിയ രാഷ്ട്രീയ നീക്കമുണ്ടായത്. മുംബൈയിൽ വെച്ചാണ് ശരത് പവാറും നിയമസഭാ സാമാജികരും നേരിൽ കണ്ടത്. ഇക്കാര്യം അജിത് പവാർ പക്ഷത്തെ ഒരു മുതിർന്ന നേതാവ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് കേട്ടയുടൻ 5 എംഎൽഎമാരുമായും അജിത് പവാർ സംസാരിച്ചിരുന്നു. ഇവരെ ഒപ്പം നിർത്താൻ ശ്രമം തുടരുന്നതിനിടെയാണ് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കെയാണ് മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻസിപി ശരത് പവാർ പക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അജിത് പവാർ പക്ഷത്തിന് തിരിച്ചടിയേറ്റിരുന്നു. ഇതിനു പിന്നാലെ തന്നെ അജിത് പവാർ പക്ഷം എംഎൽഎമാർ ഔദ്യോഗിക വിഭാഗത്തെ ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ നീക്കം നടത്തുന്ന എംഎൽഎമാരുടെ മണ്ഡലങ്ങളിൽ ശരത് പവാർ പക്ഷത്തിന് നിലവിൽ ശക്തരായ മറ്റു സ്ഥാനാർത്ഥികളില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ശരത് പവാറിനൊപ്പം ചേർന്നാലും ഇവർക്ക് സ്വന്തം സീറ്റ് നഷ്ടപ്പെടില്ലെന്ന് വ്യക്തമാണ്. ബിജെപിയും ശിവസേന ഷിൻഡെ വിഭാഗവും ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിനോടൊപ്പം തന്നെയാകും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അജിത് പവാർ പക്ഷം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി എംഎൽഎമാർക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭീതിയുമുണ്ട്. പ്രത്യേകിച്ചും ബിജെപിക്കും ഷിൻഡെ സേനയ്ക്കും കരുത്തുള്ള മണ്ഡലങ്ങളിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം. ഇത്തരം ഭീതിയിലുള്ളവരെല്ലാമാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തേക്ക് മടങ്ങിയിരിക്കുന്നത്.